യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അല്ലേ? ദൈവത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: വീണ്ടും ജനനം, അല്ലെ, റീബർത്ത്, ന്യൂ ബർത്ത്, റീജനറേഷൻ എന്നിത്യാദി പദപ്രയോഗങ്ങളാണ് തിരുവഴുത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ആ വീണ്ടും ജനിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഒരാൾ കടക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുമ്പോഴാണ്. അതൊരു റിസ്ക് ഉള്ള കാര്യമാണ്. യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി പൊളിച്ചു നോക്കിയാലേ അറിയാവൂ നമ്മളിൽ എത്ര പേരാണ് വാസ്തവത്തിൽ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചിട്ടുള്ളതെന്ന്. നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലേ, പാട്ട്, പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ ക്രിസ്തുവായി നമ്മൾ എത്ര പേര് അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളിലൂടെയാണ് നമുക്കൊരു വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതിലൊന്ന് ലിസണിങ് ആണ്, അല്ലേ, ശ്രദ്ധിക്കുക, കാര്യം മനസ്സിലാക്കുക, സുബോധം വരിക. നമ്പർ 2 അനുസരണം. നമ്പർ 3 ബിലീഫ്, വിശ്വാസം. അല്ലേ? ഈ 3 കാര്യങ്ങൾ, ഇത് 3 നമുക്ക് വേർപെടുത്താൻ പറ്റാത്ത വിധം ഒന്നായിട്ടിരിക്കുകയാണ്. അല്ലേ? ആദ്യം നമുക്ക് സുബോധം വരണം. ഈ സുബോധം വരുന്നത് ഭയങ്കര പാടാണ്. അതാ ഞാൻ പറഞ്ഞ, ചിലർക്ക് സുബോധം വരണമെങ്കിൽ വേദന വരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾക്ക് വയറിനകത്ത് പ്രശ്നമാണ്, ഇൻഫെക്ഷനായി, പക്ഷേ നട്ടലിൽ വേദന കണ്ടപ്പോൾ നട്ടലിൽ ഒളിനി തൂത്തോണ്ടിരിക്കുകയാണ്. അത് പോരാ, ഇതെവിടെയാണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ തയ്യാറാവണം. അല്ലേ? നമ്മൾ വൈദ്യം ചെയ്താൽ പറ്റില്ല, നമ്മൾ എവിടെയാണ് രോഗമെന്ന് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കൽ വളരെ പ്രധാനമാണ്. വാസ്തവത്തിൽ മരുന്നെന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. പ്രധാനപ്പെട്ട വിഷയം രോഗം കണ്ടുപിടിക്കലാണ്. ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് രോഗം കണ്ടുപിടിക്കുന്നതിനാണ്. അല്ലേ? രോഗം കണ്ടുപിടിക്കുന്നതിലാണ് ഡോക്ടറുടെ മികവും ഇരിക്കുന്നത്. ചിലവരുടെ അടുത്ത് ചെന്നാൽ ഉള്ള മിഷ്യൻ മുഴുവൻ കയറി ഇറങ്ങിയാലും രോഗം കണ്ടുപിടിക്കുകയില്ല. പക്ഷെ ചിലരുടെ അടുത്ത് ചെന്നാൽ അവർ കണ്ടാൽ പറയുന്നത് ഇന്നതാണ് കുഴപ്പമെന്ന് പറയും. പിന്നെ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു മിഷനിൽ കയറ്റി തന്നിരിക്കും. അതാണ് അവരുടെ കഴിവ്, അതാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അല്ലേ? ചിലർ അങ്ങനെയല്ല. ചിലർ വീട്ടിലെ മുഴുവൻ പ്രമാണം തീർന്നതിന് ശേഷമേ പറയുള്ളൂ ഒരു രോഗം ഇല്ലായിരുന്നല്ലേ, തോന്നിയതാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള. ഇവിടെ സുബോധം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു വേദന ആവശ്യമാണ്. അതാണ് ഞാൻ അതിനോട് ചേർത്ത് ഒരു പെയിനാണ് നമ്മുടെ സുബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗിച്ചപ്പോൾ സുബോധം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് മുടിയംപുത്രൻ്റെ കഥയാണ്. മുടിയംപുത്രൻ കുറേ ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആരൊക്കെ ശരിയാവാനുണ്ടായിരിക്കും, അവർ ശരിയാകുന്നതോടുകൂടി നമ്മൾ മുടിയംപുത്രനെ വിടുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ മുടിയംപുത്രനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് നിങ്ങളത് മനസ്സിലാക്കുക, ഇതാരാണ്, ഞാൻ തന്നെയാണോ എന്ന്. അങ്ങ് വ്യത്യാസപ്പെട്ടാൽ നമുക്ക് മുടിയംപുത്രനെ ഒഴിവാക്കി ശമരിയക്കാരൻ്റെ കഥയിലേക്ക് പോവാം. ലെറ്റ്സ് കം ബാക്ക്. സീ, അപ്പോൾ ഇവിടെ സുബോധം വരാൻ അയാൾക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൃദയത്തിന് വേദനയുണ്ടായി എന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് പന്നിയുടെ ഫുഡ് പോലും ആരും തരുന്നില്ല. എന്താ അങ്ങനെ? അത് വന്നിട്ട് വേദന വരണ്ടേ? എടാ എനിക്ക് ആരും തരുന്നില്ല. വേദന വന്നാലേ നമുക്ക് എന്ത് വരുള്ളൂ? സുബോധത്തിലേക്ക് നയിക്കുള്ളൂ. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് വേദനയില്ല. നമ്മൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ദേ അടങ്ങണു, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ദേ അടങ്ങണു. നമുക്കിതൊന്നും വിഷയമേ അല്ല, നമുക്ക് സുബോധം വരൂല. അല്ലേ? അതാണ് വചനം പറയുന്നത്, ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് ആവില് പോലെ ഇടിച്ചാലും ഭോഷത്തെ മാറിയല്ല, അവന് വേദനിക്കൂലെന്ന്. മനസ്സിലായോ? അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ അടിച്ചു, നിനക്ക് നൊന്തില്ല. ചില പിള്ളേർ അങ്ങനെ ആയി പോവും. അടിച്ചു കഴിഞ്ഞാൽ തോന്നുകയല്ല, ഈ വേണേൽ 2 കൂടെ അടിച്ചോളൂ, എന്തു ചെയ്യാൻ പറ്റും? ചില പിള്ളേർ കാണിച്ചു തരാം, അടിച്ചു നോക്കാൻ പറയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന് സുബോധം ഇല്ലെന്ന്, അവൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അടിച്ചാൽ അടിച്ചവൻ മണ്ടൻ. മനസ്സിലാകുന്നുണ്ട്? അതാണ് എൻ്റെ രീതി. സുബോധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ആദ്യം നമുക്ക് മാനസാന്തരത്തിന് ഉണ്ടാവേണ്ട സുബോധമാണ്. രണ്ടാമത്തെ കാര്യം വിശ്വാസം, മൂന്നാമത്തെ കാര്യം അനുസരണ. ഇത് 3 ആകുമ്പോൾ നമ്മളൊരു മാനസാന്തരത്തിൻ്റെ പട്ടികയിൽ കയറും എന്ന് വെച്ചോളൂ. മാനസാന്തരത്തിൻ്റെ പട്ടികയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന പേരാണ് നമ്മൾ പുതിയ സൃഷ്ടി. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പറയുന്ന പേരാണ് നമ്മൾ പുതിയ സൃഷ്ടി. വല്ല വ്യത്യാസമുണ്ടോ? നമ്മൾ പുതിയ സൃഷ്ടിയായോ? അത്യാവശ്യം മീശയൊക്കെ ചെത്തി വെച്ചാൽ പുതിയ സൃഷ്ടിയാവോ? മീശയൊക്കെ ചെത്തി വെച്ചൊരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കാണാൻ കൊള്ളാം, പുതിയ സൃഷ്ടിയാവൂല. അല്ലേ? മീശ പിന്നെയും കിളുത്ത് വരും. അല്ലേ? ഷർട്ട് പിന്നെ മുഷിയും. ഇത് കഴിയുമ്പോൾ നമ്മൾ വേറെ ഷർട്ട് എടുത്തിടും.
മാനസാന്തരം ഉണ്ടാകുന്നത് അതിന് ബേസിക്കലി ഉണ്ടാവണം, ബേസിക്കായിട്ട് ഉണ്ടാവണം, അടിസ്ഥാനത്തിൽ നിന്നുണ്ടാവണം. മുഴുവൻ ഒരു മാനസാന്തരം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ പറയുന്നത്. 2 Corinthians chapter 5 verse 17. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാകുന്നു. അല്ല, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പറഞ്ഞില്ല, സ്വതന്ത്രം അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അല്ലേ? രാമചന്ദ്രൻ ക്രിസ്തുവിലായാൽ രാമചന്ദ്രൻ പുതിയ സൃഷ്ടി. അതിന് ശശിയെങ്കിൽ എന്തുവാ? അല്ല, ഞാൻ അടുത്തിരിക്കല്ലേ, അടുത്തിരിക്കാം അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവന്റെ ഭാര്യയ്ക്ക് ഗുണമില്ല, അവന്റെ മക്കൾക്ക് ഗുണമില്ല, നാട്ടുകാർക്ക് ഗുണമില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനാണ് പുതിയ സൃഷ്ടി അല്ലേ? പന്നിക്കൂട്ടിന്റെ അകത്ത് നിന്ന് ഒരുവൻ ക്രിസ്തുവിലായി. അപ്പൊ എന്ത് ചെയ്തു? അവൻ അവിടെ എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിൽ പോവുകയാണ്. 2 വഴിയാണ്, 2 യാത്രകളാണ്. ഇതൊരു ഭയങ്കര ടോപ്പിക്കാണ് കേട്ടോ. ഐ മീൻ, ഈ മുടിയൻ പുത്രൻ്റെ തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. ഏത് സാധനം കൊണ്ട് അതിൽ ഫ്ലഗ് ചെയ്താലും അതിൽ വിജയിക്കും. ഞാനിപ്പോൾ വരുന്ന എല്ലാം അതിൽ കൊണ്ട് ഫ്ലഗ് ചെയ്യുകയാണ് അല്ലേ? 2 യാത്ര. ഒന്ന്, മുടിയൻ പുത്രൻ വീട്ടിൽ നിന്ന് മുടിയാൻ പോകുന്നു. 2, മുടിഞ്ഞിടത്തുനിന്ന് വീട്ടിലോട്ട് പോകുന്നു. റൈറ്റ്. ഒന്ന്, ആദം ഏദനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. 2, പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നു. നമ്മളിത് ഏത് റോഡിലാ? ഒരാൾക്ക് there is no destination. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ. ക്രിസ്തു ആണ് അവന്റെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ്റെ അടുത്തുനിന്ന് പൈസയും കൊണ്ട് വെളിയിൽ ഇറങ്ങിയവന് ഡെസ്റ്റിനേഷൻ ഇല്ല. അവൻ എങ്ങോട്ട് പോവാ? അവൻ അങ്ങനെയൊന്നുമില്ല. ചായ കുടിക്കാം, ശരി ചായ കുടിക്കാം അല്ലേ? അല്ല, KFC ആയാലോ, KFC ആയിക്കോട്ടെ. സിനിമയ്ക്ക് പോവാ, ആയിക്കോട്ടെ. വ്യഭിചാരത്തിന് പോവാ, ആയിക്കോട്ടെ. ആറ്റിച്ചാടാം, ആയിക്കോട്ടെ. എന്ന് പറഞ്ഞാൽ he doesn't have the destination. അവൻ ഒരു ലക്ഷ്യവും ഇല്ല. അവൻ എന്തുകൊണ്ടാവാ? പള്ളി പോ എന്ന് പള്ളി, പള്ളി എങ്കിൽ പള്ളി, എവിടെ വേണോ പോവാ. അവനൊരു ബോധമില്ല. കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അവനെ നിങ്ങൾ കേട്ടോ, അവൻ എവിടെ പോവാ? അവൻ ആദ്യം എല്ലാം സ്വരൂപിച്ചു. എന്തിനാ സ്വരൂപിച്ചേ? അപ്പൻ്റെ വീട് വിടാൻ. ആദ്യം അപ്പൻ്റെ നിന്ന് കിട്ടാനുള്ളത് വരെ മേടിച്ചിട്ട് അപ്പനെ വിടുകയാണ്. വിട്ടിട്ട് ദൂരദേശത്തേക്ക് പോവാണ്. അപ്പനെ വിട്ടിറങ്ങി പോവാണ്. അബ്രഹാം ദൂരദേശത്തേക്ക് പോയി, ദൈവത്തെ വിട്ട് ദൂരദേശത്തേക്ക് പോയി. എന്തൊക്കെ സംഭവിച്ചു? സമ്പത്ത് കണ്ടവനുണ്ടായി. എന്നിട്ട് വന്നപ്പോ ഈ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഹാഗാറിനെയും കൂടെ കൊണ്ടുവന്നു അല്ലേ? തിരുവഴുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരറ്റം തൊട്ട് മററ്റം വരെ പരിശോധിച്ച് നോക്കൂ. ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് ഇറങ്ങിപ്പോയ യോന അല്ലേ? ദെൻ ലോത്ത്, ഇഷ്ടമാതിരി ആൾക്കാര്. ഇവരെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് ഇറങ്ങിപ്പോകുന്നവരാ. നമുക്ക് ബൈബിളിൽ മിടുക്കനായ ഒരാളിനെ കാണാം, ഇയ്യോബ്. ഇയ്യോബ് 1:1 എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് 1:1? ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണ്? നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. നല്ല ഡീസന്റ് ആള്. ഇതിൽ ഒരെണ്ണം നമ്മുടെ അടുത്ത് ചേർത്ത് എഴുതാക്കൂല. ഡോക്ടർ ശശി തരൂർ എന്നൊക്കെ എഴുതും പോലെ നമുക്ക് എഴുതാവൂ. ഡോക്ടർ രാമചന്ദ്രൻ എന്നെഴുതാൻ പറ്റുമോ? എന്താ കാര്യം? അതങ്ങനെ ഇത് നമ്മൾ. അതുപോലെ ഇയ്യോബിന്റെ കേസ് എഴുതുമ്പോൾ നിർമ്മലൻ, നേരുള്ളവൻ, ദോഷം വിട്ട് അകലുന്നവൻ. ഇതുപോലെ നമ്മൾ എന്നെ ചേർത്ത് എഴുതാനൊക്കെ DR എഴുതിയ മാനക്കേടാണ്. അങ്ങനെ എഴുതി വച്ച് വിസിറ്റിംഗ് കാർഡ് അടിച്ചവരെ എനിക്കറിയാം. പക്ഷെ അത് മാനക്കേടാണ്. മാനമുള്ളവനേ കേടുള്ളൂ കേട്ടോ. നമ്മളിൽ പലരും ധൈര്യത്തിൽ പറഞ്ഞു കളയും, ഞാൻ വിശുദ്ധനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, എനിക്കൊരു കുഴപ്പമില്ല. എന്താ കാര്യം? നമ്മൾ കള്ളത്തരത്തിലൊക്കെ ശീലിച്ചു, അങ്ങ് മെഴുകി തെളിഞ്ഞു നമ്മൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെസ്. അപ്പൊ 1-ാം വാക്യം നമ്മൾ വായിച്ചത് ഇതാണേ.
ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഇയ്യോബിന്റെ അവസാനത്തെ വാക്യമാണ്, 42 അവസാനത്തെ വാക്യം. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന് പറഞ്ഞാൽ കാലം ശരിക്ക് അനുഭവിച്ച് ജീവിതത്തിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ മരിച്ചു. 1-ാം വാക്യം കണ്ടല്ലോ, ഒടുക്കത്തെ വാക്യം കണ്ടല്ലോ, ഇടയ്ക്കൊന്നും വായിക്കരുത്. വായിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകും. അതാണ് ഇയ്യോബ്. ഇടയ്ക്ക് വാക്യമേ തൊടരുത്. തൊട്ടാൽ മക്കള് 10 പെട്ടിയില്. ആരാള്? ഭക്തനാണ്. എങ്ങനെ മരിച്ചു? കാലസമ്പൂർണനായി. എന്തൊക്കെ അനുഭവിച്ചു? ഒരുപാട് അനുഭവിച്ചു. 10 മക്കള് 10 പെട്ടിയിൽ കൊണ്ട് ആരെങ്കിലും വച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അയാൾ ഭക്തനായിട്ടിരുന്നത്. ആടുമാടുകൾ 11,500 ഒറ്റ ദിവസം ദേ വീണു. ഒറ്റ ദിവസം ശരീരമാസകലം വ്രണം ബാധിച്ചു. ചൊറിയുമ്പം ക്യാബേജ് വീഴുന്നത് പോലെ തറയെ വീഴും. അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കാണും. സ്വത്രം. അയാളുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിന്റെ ശ്വാസം എനിക്ക് അസഖ്യമായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ നോക്കി നോക്കി ഞാൻ മടുത്തു. നാറ്റം അത്ര എളുപ്പമുള്ളതല്ല. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. സ്നേഹിതന്മാർ 3-4 വന്ന് അടുത്തിരുന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് കയ്യിലിരിപ്പൊന്നുമില്ല, അത് സംഭവിക്കൂല. എന്തോ കയ്യിലിരിപ്പ് പ്രശ്നമാണ്. ഇയ്യോബ് വാവിട്ട് നിലവിളിച്ചു. ഇയ്യോബിനെ കാണാത്തൊരു പരീക്ഷയില്ല, പ്രതിസന്ധി ഒന്നും, എല്ലാ പ്രതിസന്ധി അനുഭവിച്ചു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചത്ത് കളാ. അങ്ങനെ ചാവാനുള്ളതല്ല, ഇതാണ് സാധനം. ഇയ്യോബിന്റെ പുസ്തകം അവസാനിക്കണമെങ്കിൽ ഈ വാക്യം പറയണം, ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. എനിക്ക് തോന്നുന്നു ഇയ്യോബിന്റെ കൂട്ടുകാരൊക്കെ ചത്തതിന് ശേഷമായിരിക്കും ഇയ്യോബ് മരിക്കുന്നത്. പ്രതിസന്ധി കണ്ടോടെ ചത്തു എന്ന് പറയരുത്. പ്രതിസന്ധി കണ്ടോടെ ചാവാൻ തീരുമാനിക്കരുത്. സ്തോത്രം. അതിനുള്ളതല്ല നമ്മുടെ ജീവിതം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി മറിക്കാൻ ഒരുപാട് കല്ലും മുള്ളുമുണ്ട്. ഇതിനിടയ്ക്ക് കുടിച്ചു തീർക്കാൻ ഒരുപാട് കയ്പ് കാടിയുണ്ട്. സമ്പൂർണനാകാൻ ഒരുപാട് യാത്രയുണ്ട്. മുടിയം പുത്രൻ പന്നിക്കുട്ടിന്ന് അപ്പൻ്റെ വീട് വരെ നടക്കുന്നൊരു നടക്ക. അതാണ് തിരിച്ചുള്ള യാത്ര. അങ്ങോട്ട് പോക്ക് സുഖമാണ്, ആടിച്ച് പൊളിക്കുകയാണ്. കണ്ട എല്ലാവരും പൈസ കൊടുക്കുന്നു. അച്ചാന്ന് വിളിക്കാൻ ആൾക്കാരുണ്ട്, ചേട്ടാന്ന് വിളിക്കാൻ ആൾക്കാരുണ്ട്, എല്ലാത്തിനും ആൾക്കാരുണ്ട്. വ്യഭിചാരിച്ച് നടന്നെന്നാ പറയുന്നത്, ദുർനടപ്പുകാരനായി നടന്നെന്നാ പറയുന്നത്. അങ്ങോട്ട് പോയ പോക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 പോക്കാണ്. തിരിച്ച് എഴഞ്ഞാണ് വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ സുബോധമില്ല, ഇങ്ങോട്ട് വരുമ്പോൾ സുബോധത്തോടെയാണ് വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ there is no destination. തിരിച്ച് അവൻ അറിഞ്ഞില്ല വന്ന് കൂട്ടി പോകുന്നത്. കൈ നിറച്ച് പൈസയാണ്. അപ്പൻ്റെ മുഴുവൻ സ്വത്ത് വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിച്ചു വെച്ച് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോവുകയാണ്. ക്രിസ്മസ് ആഘോഷം, ഓണാഘോഷം, ബക്രീദ് ആഘോഷം, പിന്നെ കണ്ട ആഘോഷം മുഴുവൻ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോവുകയാണ്. അവൻ ഒരിക്കലും അറിഞ്ഞില്ല ഞാൻ പന്നിക്കൂട്ടി ചെന്ന് പെടുമെന്ന്. പക്ഷെ കണ്ണടച്ച് തുറന്നപ്പോൾ ആൾ പന്നിക്കൂട്ടിലെത്തി. പന്നിക്ക് കൊടുക്കുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചു, ആരും കൊടുത്തില്ല. ആ വാക്കൊക്കെ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. ആരും കൊടുത്തില്ല. പിന്നെന്തോ പറ്റി? സുബോധം വന്നു, തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന പോക്കാണ് ഈ ഇയ്യോബിന്റെ യാത്ര. വീഡിയോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ റിട്ടേൺ ജേണിയാണ്. എങ്ങോട്ട്? ദൈവത്തിനടുക്കൽ. അവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഞാൻ എവിടെ പോവാ? അപ്പൻ്റെ വീട്ടിൽ പോവാ. വഴിയിൽ ആര് ചോദിച്ചാലും അവൻ നിൽക്കില്ല. വഴിയിൽ ആൾക്കാർ എടാ വാ ചീട്ടടിച്ചിട്ട് പോവാ, അപ്പൻ്റെ വീട്ടിൽ പോവാണ്. എന്താ കാര്യം? വിശന്ന് വയ്യ. നമുക്കങ്ങനെ തിരിച്ചു പോകണമെന്നില്ല, കാരണം നമുക്കൊരു വിശപ്പില്ല. കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ ഫസ്റ്റ് പറഞ്ഞ വാക്യം അതാണ്, വിശപ്പുള്ളവൻ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ളത്. നിർഭാഗ്യവശാൽ നമുക്ക് ഒരു ദരിദ്രതയില്ല. നമുക്കൊരു ദരിദ്ര. നമുക്ക് യൂട്യൂബ് തുറന്നു വെച്ചാലും പ്രസംഗം കേട്ടൂടെ? ഓൺലൈൻ ആരാനുണ്ടല്ലോ. ദരിദ്രമൊക്കെ പോയി നമുക്ക് എല്ലാ ആഴ്ച ആരാനയ്ക്ക് വേണോ? വേണ്ട. അതൊരു ചെലവല്ലേ? ചെലവാണ്. പന്നിക്കൂട്ടിലിരിക്കുന്ന വലിയ ചെലവല്ല. സ്തോത്രം.
ആത്മീകത്തിലേക്കുള്ള ഉയർച്ചയ്ക്ക് നമ്മൾ എത്ര കണ്ട് താല്പര്യക്കുറവ് കാണിക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ പന്നിക്കൂട്ടിലിരുന്ന് ഊപ്പാട് വരും. ആരും ആർക്ക് വേണ്ടി ചുമ്മാ എടുത്ത് പ്രാർത്ഥിക്കൊന്നും വേണ്ട. അവൻ എഴഞ്ഞ് കയറിയേ പറ്റുള്ളൂ. എന്നിച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കണം, അവൻ്റെ മൂക്കള തുടയ്ക്കാൻ തുണിയും കൊടുക്കണം. അവൻ തുടച്ച് ഞരങ്ങി തന്നെ കയറി പറഞ്ഞാൽ അല്ലാതെ നടക്കത്തൊന്നുമില്ല. നിങ്ങളാരും ഇറങ്ങി എടുത്തോണ്ട് വരാതൊന്നും വിചാരിക്കണ്ട, നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓരോരുത്തരും ഞരങ്ങി തന്നെ പറയണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇതിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗൗരവമേറിയ പാർട്ട് ഞാൻ മനസ്സിലായത്, മാനസാന്തരം നടക്കേണ്ടത് ആദ്യം തലയ്ക്കകത്താണ്. ഒരു ഗൗരവമേറിയ ടോപ്പിക്കാണ്. ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. തലയ്ക്കകത്താണ് ആദ്യം മാനസാന്തരം നടക്കേണ്ടത്. സുബോധം ആദ്യം വരേണ്ടത് അകത്താണ്. പിന്നീട് നമ്മുടെ ബോഡിയെല്ലാം അതിൻ്റെ കൂടെ ചേർന്ന് വരികയാണ് വേണ്ടത്. അപ്പോൾ റിസ്ക് അല്ല, നമ്മുടെ സംഭവം ആക്കാനല്ല. നമുക്ക് തലയ്ക്കകത്ത് ഗുണം പിടിച്ചിട്ടില്ല, നമ്മൾ മേല് മൊത്തമായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയ്ക്കകത്ത് ഗുണം പിടിച്ചിട്ടില്ല. I'll explain it if I get the time. See, ഇവിടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയ അത് കഴിഞ്ഞുപോയി. കണ്ടോ, പന്നിക്കുട്ടിന്ന് അവൻ എഴുകയാണ്, കഴിയുകയാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവൻ പന്നിക്കൂട്ടിനോട് അകലുന്നു, അപ്പൻ്റെ വീട്ടിനോട് അടുക്കുന്നു. നമ്മൾ പന്നിക്കൂട്ടി തന്നെ ഇരുന്ന് ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പന്. പിന്നെ മെസ്സേജും അയക്കുകയാണ്. നീല ക്ലിക്ക് കാണുന്നില്ല, നീല ടിക്ക് കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്, കാണുന്നില്ല. പിന്നെ നമ്മുടെ ഉപവാസപ്രവർത്തനത്തിന് നീല ടിക്ക് കാണണം. കർത്താവേ, ഇന്ന് തന്നെ നീല കാണണം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നീല ടിക്ക് നോക്കിയിരിക്കുകയാണ് അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കൊടുത്ത് അവർ കണ്ടാൽ നമുക്കിവിടെ അറിയുന്നതാണ് നീല ടിക്ക് നീലയാകുമ്പോൾ അവർ കണ്ടു, അതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പന്നിക്കൂട്ടിരിക്കുകയാണ്, കൊന്നു വച്ചാൽ നീല കാണില്ല. കാരണം പന്നിയുടെ ഇരിക്കുന്ന നമ്മളെന്തിനാ കർത്താവ് എടുക്കുന്നത്? കർത്താവിന് ആവശ്യം കർത്താവിൻ്റെ മക്കളെയാ. പന്നിയുടെ മക്കളെ കർത്താവിന് എന്തിനാ? നമ്മൾ പിന്നെയും പന്നിക്കൂട്ടിലാണ്. കേക്കൊക്കെ മുറിച്ച് വീഞ്ഞിലൊക്കെ മുക്കി നമ്മളങ്ങനെ തിന്നറമാതിക്കുകയാണ്. ഈ നമുക്ക് വേദനയില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ഗുണം പിടിക്കാത്ത വേദനയില്ല, ഒരു നമ്മൾ മുള്ളു തിന്നുകയാണ്, തൊണ്ടയെ പിടിക്കുന്നില്ല, വേദനയില്ലെങ്കിൽ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കും അല്ലേ? നമുക്ക് മൂക്ക് പായുമൊക്കെ ഇതെല്ലാം സെൻസിറ്റീവായിട്ട് തന്നിരിക്കുന്നതിനാ. ഓരോ സാറ് നമ്മൾ പട്ടിക്കോട്ട് ഫുഡ് വെച്ച് കൊടുത്തേക്ക് അവ ആദ്യം മണപ്പിച്ച് നോക്കി ഇത് കൊള്ളാമെന്ന്, എന്നിട്ട് അവൻ എടുക്കുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് തലച്ചോറാണ് തന്നിരിക്കുന്നത്, ആലോചിച്ച് നോക്കിയിട്ട് എടുക്കാൻ. പട്ടിക്ക് തലച്ചോറില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ വർക്കിംഗ്. മണപ്പിച്ച് നോക്കും, വേണ്ട, ചാര ഒഴിച്ചുകൊണ്ട് വെച്ച് കൊടുത്ത് നോക്കിയാണ്. പക്ഷെ നിങ്ങൾ മനുഷ്യർക്ക് കൊടുത്ത് നോക്കിയേ, ഞാൻ വളരെ സന്തോഷത്തോടെ. അതായത് ഇതാണ് വർക്കിംഗ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ഓട്ടോമാറ്റിക് അല്ല നമ്മുടെ വർക്കിംഗ്. പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഓട്ടോമാറ്റിക്കാണ്. മണപ്പിച്ച് നോക്കുന്നു, വിടുന്നു, ഓട്ടോമാറ്റിക്കാണ് ആ സാധനം. അവൻ തിന്നണമെന്ന് വെച്ചാൽ തിന്നാൻ പോല. നമുക്കങ്ങനെയല്ല, തിന്നണമെന്ന് വെച്ചാൽ നമ്മൾ തിന്നും അല്ലേ? അതിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഇത് കാണാറ്, പൊറോട്ട തിന്നരുത് നമ്മൾ തിന്നൂലേ? കാരണം എന്താ? കാരണം നമ്മളെ സെൻസിൽ സെറ്റ് ചെയ്തിരിക്കുകയല്ല, തലയ്ക്ക് അത് തിന്നരുത്. നമ്മൾ പിന്നെ അടുത്ത് എന്തുമാത്രം തിന്നവർ 80 വയസ്സ് വരെ ജീവിച്ചു, പിന്നെന്താ കുഴപ്പം? നമ്മുടെ സെറ്റപ്പ് അതാണ്. നമ്മൾ ഉടനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മറ്റേ അയാൾ 80 വയസ്സ് വരെ ജീവിച്ചു, അയാൾ നല്ലതായിട്ട് പൊറോട്ടയെ തിന്നുള്ളായിരുന്നു. അപ്പം നമുക്ക് തിന്നാം. നമ്മുടെ രീതി അതാണ്, നമ്മുടെ തലച്ചോറാണ് വർക്കാവുന്നത്. മറ്റൊരു അതാണ് ഞാൻ പറഞ്ഞത്, സുബോധം ഈ സാധനത്തിലാണ് വർക്കാവുന്നത്. നിർഭാഗ്യവശാൽ ഈ സാധനം നമുക്ക് വർക്കാവുന്നില്ല. അത് ചുമ്മാ അവിടെ വെയിറ്റിനിരിക്കുകയാണ്. മുടിയൊക്കെ നല്ല കറുത്തായിട്ട് പൊടിച്ചു വരും, വളമുള്ളതുകൊണ്ട്. വേറെ വർക്കിംഗ് ഒന്നുമില്ല. എന്നെ പോലെ വല്ല ചിന്തിക്കുകയൊക്കെ ചെയ്താൽ ഇതുപോലെ വെളുവിളാ വരും. പിന്നെ ചിന്തിച്ചാൽ രാമേന്ദ്രനെ പോലെ എല്ലാം കൊഴിഞ്ഞങ്ങ് പോകും. സ്തോത്രം. അപ്പോ നമ്മുടെ മടക്കയാത്ര സുബോധത്തോടെ വരുന്നത്. അങ്ങോട്ട് വന്ന സുബോധം ഇല്ലാതെ കയ്യിൽ നിറച്ച് പൈസ ആടിച്ച് പൊളിച്ച് പോവുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് വരിക, സുബോധത്തോടെ വരിക. ദുർനടപ്പില്ല, പാപമൊന്നുമില്ല, ലക്ഷ്യമുണ്ട്. എങ്ങോട്ട് പോവാ? യേശുവിൻ്റെ അടുക്ക പോവുക, അപ്പൻ്റെ വീട്ടിൽ പോവുക. ആര് ചോദിച്ചാലും പറയാം, അപ്പൻ്റെ വീട്ടിൽ പോവുക. അവിടെ ആരെങ്കിലും വിളിച്ചിരിക്കുന്നോ? ഇല്ല, വിളിച്ച് കാണും. ഞാൻ അവിടെ ചെന്ന് സെറ്റിലാക്കാൻ പോവുക. വാസ്തവത്തിൽ അവൻ വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ പ്രതീക്ഷ ജോലിക്ക് നിൽക്കാനാണ്, അപ്പൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കാനാ വരുന്നേ. യവൻ ഒരു കാലത്തും ബോധമില്ല ഇവനെ മോനാക്കാൻ പോകുന്നെന്ന് അല്ലേ? നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഇങ്ങനെ മരത്തിൻ്റെ മൂടെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ആൻറ്റിയൊക്കെ പറയും, TPM അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ മൂടൊക്കെയാണ് വിശ്വാസിയൊക്കെ. പിന്നെ സുവിശേഷ വേലക്കാർക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ സിയോൻ വരെ ഇരിക്കും. സാധാരണ വിശ്വാസിയൊക്കെ മരത്തിൻ്റെ മൂടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആൻറ്റി ചിലപ്പോഴൊക്കെ പറയും മരത്തിൻ്റെ മൂട് കിട്ടിയാലും മതിയെന്ന്. അങ്ങനെ അവിടെ മരമൊന്നും വെച്ചിട്ടിട്ടില്ല എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി.
അല്ലേ? നമ്മളെ കർത്താവ് കാന്തയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നുകിൽ കാന്ത, ഇല്ലെങ്കിൽ പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കാന്തയവൻ നമ്മളെ വിളിച്ചു. അപ്പൊ റിട്ടേൺ ജേണി, അവന്റെ ഹൃദയത്തിന്റെ ചിന്ത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തയില്ല, ഒറ്റ പിടിപ്പിൽ അപ്പന്റെ വീട്ടിൽ പോകണം. അങ്ങോട്ട് പോകുമ്പോൾ പന്നിക്കൂട് നോക്കിയല്ല പോയത്, ചെന്നങ്ങ് ഇരുന്നാണ്. അതുകൊണ്ട് കർത്താവിനറിയാം, മോനെ ഈ പോക്ക് പോയാൽ പന്നി കൂട്ടി പോകും. നീ പറഞ്ഞ അവൻ മനസ്സിലാവൂല. കൈ നിറച്ച് പൈസ പന്നിക്കൂടോ? വാട്ട് ഡു യു മീൻ? അല്ലേ? ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ടു ബി ഹാപ്പൻ. ഞാനൊക്കെ പറഞ്ഞാവേ, പുവർ പീപ്പിൾ വല്ലതും കണ്ടിട്ടുണ്ടോ? അല്ലേ? 2 കൊല്ലം കഴിയുമ്പോൾ അവൻ കറക്റ്റ് പന്നിക്കൂട്ടിയിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്ന് മനവാട തിരിച്ചു പോവാം. സ്തോത്രം. അപ്പൊ ഇത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ മടക്ക യാത്രയിൽ കയ്യിൽ കാശില്ല, ഒന്നുമില്ല, കണ്ണുനീരിങ്ങനെ ചാല് വെട്ടി ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുകയാണ്. അപ്പനെ കുറിച്ച് ഹൃദയത്തിലെ ധ്യാനം. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. അല്ലേ? പിന്നെ ധ്യാനവും പാട്ടും മാത്രമേ ഉള്ളൂ, വേറൊരു നോട്ടവും ഇല്ല. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് നോക്കും, ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കും, ഡെബിറ്റ് കാർഡ് എടുക്കും, വരടാ വര. തിരിച്ചു പോകുമ്പോൾ there is no credit card, there is no debit card, there is no money. ഒരു ടെൻഷനും ഇല്ല, ഒറ്റ ചിന്തയേ ഉള്ളൂ, അപ്പൻ്റെ വീട്ടിൽ പോകണം. എന്തിനാണ്? ചെന്ന് വയ്യ. ജോലിക്കാരെ തിന്നിട്ട് മിച്ചം വെക്കുന്ന ഫുഡ് കഴിക്കണം. ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന എന്തുവാ? മേത്തരമായ അത് കന്നുകുട്ടി ഇറക്കാൻ നിൽക്കുക അവിടെ. യവൻ വിചാരിച്ച ജോലിക്കാരെ തിന്നിട്ട് മിച്ചം വെച്ച തിന്നാൻ പോവുക, പാവം. അല്ലേ? അവിടെ ചെന്നപ്പോൾ അപ്പൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മോതിരമൊക്കെ ഇട്ട് ചെരുപ്പിട്ടവൻ്റെ ഊപ്പാടൊന്നും പോയി കാണും. ഇതൊക്കെ കണ്ടിട്ട് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചല്ല. നമുക്കും അതുപോലെ സ്വർഗത്തിൽ കർത്താവ് വച്ചിരിക്കുന്നത് ഏറ്റവും വലിയതാണ്. അത് ചെന്ന് നമ്മൾ പ്രാപിക്കണം. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുതിയ സൃഷ്ടി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവുകയാണ്. റൈറ്റ്? പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നോക്കിയാൽ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. സുബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിലയേറിയ വാഗ്ദത്തമാ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ക്രിസ്തുവിലായി. അപ്പൊ നമ്മൾ എന്തായി? പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞു പോകണം കേട്ടോ. നമുക്ക് പഴയതൊക്കെ കഴിഞ്ഞോ? പഴയത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ നമ്മൾ കുടിച്ചിറക്കും, പിന്നെ കയറി വരും. ഛർദ്ദിച്ച് കളണ്ട് ഛർദ്ദിച്ച് തന്നെ കളയണം, അല്ലാതെ വായിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഛർദ്ദിക്കണം. പഴയത് കഴിഞ്ഞ് പോകണം. സ്തോത്രം. അല്ലാതെ ആരും കുടിച്ചിറക്കിയിട്ട് അത് നടക്കുകയല്ല, അത് വെളി വരണം. ഇവിടെ പറയാ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെ തീരുവാൻ ഇടവരുന്നു. മതി. അവിടെ വാക്യം ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. പക്ഷെ അത് എടുക്കുന്നതിന് മുമ്പ് വേറെ സാധനം പറയണം. ഈ കൂട്ടാളികളാകാൻ കണ്ടോ. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മൾ സെറ്റപ്പ് മാറി, പിന്നെ നമ്മുടെ കൂട്ട് മൊത്തത്തിൽ മാറും. പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ കൂട്ട് മൊത്തം പന്നിയാണ്. പിന്നെ നമ്മൾ മൂക്കറ ഇടുന്നു, അല്ലേ? സെറ്റപ്പ് അങ്ങനെയാണ്. അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കൂട്ടാളിയാണ്. നമ്മുടെ കൂട്ടും ടീമെല്ലാം മാറും. നമ്മുടെ വസ്ത്രം മാറും, നമ്മുടെ ഷേവിങ് സ്റ്റൈൽ മാറും, നമ്മുടെ വർത്തമാനം മാറും, മൊത്തം മാറും. പന്നിക്കൂട്ടിലോട്ട് പോകുന്നവൻ്റെ സംസാരമല്ല തിരിച്ചു പോകുമ്പോൾ. അപ്പം നമ്മുടെ സംസാരവും സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? കൂട്ടാളി. ഈ കൂട്ടാളി എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം പറഞ്ഞോ, അവയാൽ, ഏവയാൽ. ഒന്നോട്ട് വായിച്ചോ. യേശുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച അതേ ബോധം കിട്ടിയവർക്ക് എഴുതുന്നത്. അപ്പൊ നമുക്കിത് ബാധകമാണെന്ന് ചോദിച്ചാൽ ബാധകമല്ല, എങ്കിലും വായിക്കാം. ദൈവത്തിന്റെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഈ സാധനം എഴുതുന്നത്. അതേ വിലയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ അലക്സജൻ ഒരു കുപ്പായം ഇട്ടിരിക്കുകയാണ്. എന്ത് കുപ്പായാണ്? വെള്ളത്തിൽ വീണ പൊങ്ങിക്കിടക്കുന്ന ഒരു കുപ്പായം, നല്ല വിലയുള്ളത് കൂടിയത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അതേ ക്വാളിറ്റി ഉടുപ്പിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വെള്ളത്തിൽ ചാടാം. അപ്പോൾ എൻ്റെ ഒരു മഴക്കോട്ട് കിടപ്പുണ്ട്. ഞാനും ഇതിട്ടും കൊണ്ട് മൂപ്പരോടെ ചാടാതിരുന്നാലോ? ഞാൻ ചാടും, മൂപ്പരും ചാടും. ഇതിനകത്ത് വെള്ളം കയറുമ്പോൾ ഞാൻ താന്നു പോകും. പിന്നെ ഞാൻ പൊങ്ങാൻ നോക്കിയാൽ പൊങ്ങാക്കൂല. കാരണം ഞാൻ ഇട്ടിരിക്കുന്ന അതേ ഉടുപ്പല്ല, ഇത് വേറെ സാധനമാണ്. ഇത് താന്നു പോകാനുള്ള ഉടുപ്പും അങ്ങേര് പൊങ്ങിക്കിടക്കാനുള്ള ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്.
അപ്പൊ പത്രോസിന് ലഭിച്ചതുപോലെ അതേ വിശ്വാസമുള്ളവർക്കാണ് ഇത് എഴുതുന്നത്. നിർഭാഗ്യവശാൽ ഒരു ശ്വാസം ഇല്ലാത്ത നമ്മളിത് വായിക്കുകയാണ്. സഹോദരൻ, എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊന്നുമല്ല പറയണ്ട. ഇപ്പോൾ പ്രാപിക്കുക അതേ വിലയേറിയ വിശ്വാസം. ഒരെണ്ണം ഉറങ്ങില്ല, എനിക്കറിയാം. ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാം, ചുമ്മാ ഒരു ഡെമോൺസ്ട്രേഷൻ. ഇതൊന്നും പറ്റൂല, ഓടൊക്കെ വേണം, ഓടാനുള്ള സ്ഥലം വേണം. ക്യാമറക്കാരൻ ഇരിക്കാനും നോക്കൂല, ഇങ്ങനെ നിൽക്കണം. കീബോർഡൊക്കെ ഇങ്ങനെ കിലുവിലാതെ നിൽക്കണം. ഈ പരിപാടിയാണ്. നിങ്ങൾ മുള്ളയിൽ നിൽക്കും. ഒരു ദിവസം വേണേൽ നമുക്ക് ചെറിയ ടെസ്റ്റ് ചെയ്യാം. പരിപാടിയൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, പഠിച്ചു ഞാനിപ്പോൾ. ഒരെണ്ണം ഉറങ്ങില്ല, നിങ്ങൾ ഉഷാറായിട്ട് കായൊക്കെ അടിച്ച് കസേരയുടെ കാലൊക്കെ പൊട്ടിച്ച്. ഇത് കണ്ടോ ദൈവമക്കളെ? യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളവർക്ക് എഴുതുന്നത്, പന്നി കൂട്ടിന്ന് തിരിച്ചു പോകുന്നവർക്ക് എഴുതുന്നത്, കൂട്ടിലോട്ട് പോകുന്നവർക്കല്ല, തിരിച്ചു പോകുന്നവർക്ക് എഴുതുന്നത്. പന്നി കുനിഞ്ഞാൽ നോക്കൂ, അറിയില്ലോ, അവൻ്റെ ഫുഡും ആ ഐറ്റമാണ്. നമ്മൾ പ്രാവാണ്, നമ്മൾ പറക്കാനുള്ളതാ. പ്രാവിൻ്റെ ഫുഡും പന്നിയുടെ ഫുഡും രണ്ടാണ്. പ്രാവിൻ്റെ ഫുഡ് പന്നിക്ക് കൊടുത്താൽ പന്നി എടുക്കൂല, പന്നിയുടെ ഫുഡ് പ്രാവ് എടുക്കൂല. എല്ലാം ക്ലിയർ ആയല്ലോ? ഇനി വായിക്കും, പെട്ടെന്ന് വായിക്കും, സമയമില്ല. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവ് യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നാ. നമുക്ക് സമാധാനം അങ്ങനെയൊന്നുമല്ല. ബാങ്കിൽ ഇച്ചിരി പൈസ വരുമ്പോൾ ഒരു സമാധാനം. 2 ദിവസം കഴിയുമ്പോൾ പനി, മൊത്തം പൈസയും പോയി. പിന്നെ നമ്മൾ ദൈവകൃപയില സ്വോത്ര പൈസ വരുമ്പോൾ നമുക്ക് സന്തോഷം. പൈസ ഇങ്ങനെ ഉരുളാനുള്ളതാണ്. അത് വരും പോകും, അതിൻ്റെ പിറകെയൊന്നും നടക്കരുത്. അത് വരും പോകും. വന്നില്ലെന്നും വെച്ച് ടെൻഷനും പിടിക്കേണ്ട, പോയതും വെച്ച് പിന്നെ വന്നെന്നും വെച്ച് കിടന്ന് സന്തോഷിക്കുകയും വേണ്ട. അത് ഉരുണ്ടോണ്ടിരിക്കും അല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് ശശികളുടെ കൈ പോകും, ശശികളുടെ കയ്യിൽ നിന്ന് പിന്നെ വിജയകുമാർ സാറിൻ്റെ പോകും, സാറിൻ്റെ നിന്ന് ഷൂറിൻ്റെ വരും, ഷൂറിന് ബാലുൻ്റെ പോകും, ബാലുൻ്റെ അരുണിൻ്റെ പോകും, അരുണിൻ്റെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ഇടയ്ക്ക് വരുമെന്നേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ താങ്ങിക്കൊള്ളുക പറ്റോ, ഉടനെ ഇങ്ങനെ പിടിച്ചു കളയരുത്. നമുക്കുള്ളതല്ല ഇതൊന്നും, ഉപയോഗിച്ചോളൂ. സ്തോത്രം. പലർക്കും ടെൻഷൻ്റെ കാരണം അതാണ്. ഇതിങ്ങനെ പൊങ്ങി പോകുന്നത്, ഇത് കണ്ടുകെട്ടി ഇങ്ങനെ ഇരിക്കുക, വേറെ പണിയില്ല ഇതൊക്കെ. കിടന്ന് ടെൻഷൻ പിടിക്കണ്ട. അതവിടെ കിടന്നും ഇല്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞ് ചത്തും പോകത്തില്ല, പൈസ ഒട്ടെന്നും പറഞ്ഞ് ചാവാതെ കിടക്കത്തുമില്ല. ഇതൊന്നും നമ്മുടെ ആധാരമല്ല. നമ്മുടെ കണ്ണ് ക്രിസ്തുവിൽ ഉറക്കണം. അതാ പറഞ്ഞത്, നിങ്ങളുടെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ക്രിസ്തുവിൽ ഫിക്സ് ചെയ്യാൻ പറയുന്നത്. അതാ എൻ്റെ വാക്യത്തിൻ്റെ ഡെപ്ത് അവിടെയാണ് കിടക്കുന്നത്. സോദരം, ഇവൻ പന്നി കൂട്ടിന്ന് 2 പന്നി എല്ലാം കൊണ്ട് അപ്പനെ കാണാൻ പോയുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. അപ്പൻ എന്തിനാ പന്നി? യവനെ കുളിപ്പിച്ചെടുക്കാതിരിക്കുകയാണ് അപ്പൻ. അപ്പോൾ അവൻ അവിടെ നിന്ന് വരികയാണ്, പന്നിക്കുട്ടിന്ന് വരികയാണ്. താടിയൊക്കെ ആ സ്റ്റൈലിൽ വെട്ടി വെച്ചുകൊണ്ട് വരികയാണ് അവൻ. പന്നിക്കുട്ടിന്ന് വരിക അപ്പനെ കാണാൻ. അപ്പൻ ആദ്യം തന്നെ അവനെ കൊണ്ടുവന്ന് ഷാവ് ചെയ്ത് കുളിപ്പിച്ചോണ്ട് വാ, ഉടുപ്പിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പന്നിക്കൂട്ട സെറ്റപ്പിൽ ഒരു ജീൻസൊക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പിൽ അവൻ വരികയാണ് അപ്പനെ കാണാൻ. അപ്പൻ ആദ്യം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുളിപ്പിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അപ്പനും കുളിക്കാൻ പോയി. കാരണം ഭയങ്കര നാറ്റം. സ്തോത്രം. ചെറിയ പ്രയാസം നേരിടുന്നതിൽ ഖേദിക്കുന്നു. വായിക്കും പെട്ടെന്ന് വായിക്കും. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് നമുക്ക് ഇത്രയും പ്രസംഗിച്ചങ്ങ് നിർത്താമേ, സമയമില്ല. തൻ്റെ മഹത്വത്താലും വീര്യത്താലും, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ ഇത് വായിച്ചിട്ട്? തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്താലും വീര്യത്താലും, for his divine power has bestowed upon us all things that are requisite and suited. ദൈവത്തിൻ്റെ ദിവ്യശക്തി നമുക്ക് റെക്വസിറ്റും സ്യൂട്ടഡ്, 2 വാക്ക് അവിടെ പറഞ്ഞത്. റെക്വസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, 2 സ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമായത്. നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതും അനുയോജ്യമായതും കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ഇതിലെ രസം വേറെയാണ്. ആ 2 വാക്കും നിങ്ങൾ വേണം എഴുതി വെച്ചോണേ. ആവശ്യമുള്ളതും അനുയോജ്യമായതും, റെക്വസിറ്റ് ആൻഡ് സ്യൂട്ടഡ്. നല്ല ഉഗ്രം വാക്കുകളാണ്. എനിക്ക് അനുയോജ്യമായതല്ല ബാലുവിന് അനുയോജ്യം. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് പറ്റില്ല. ചിലർക്ക് കൂടുതൽ കൃപ കൊടുത്താലേ കയറുള്ളൂ, ചിലതിന് കുറച്ച് കൊടുത്താൽ മതി. അരുൺ കൊണ്ടുവരുന്ന വണ്ടിക്ക് ഞാൻ കൊണ്ടുവന്ന വണ്ടിക്ക് ഒരേ സാധനം അടിച്ചാൽ പറ്റില്ല. അതിൽ പെട്രോൾ അടിക്കണം, എൻ്റെ ഡീസൽ അടിക്കണം.
പെട്രോളിനും തമ്മിലും വ്യത്യാസമുണ്ട്. ശിവ ബ്രദർ കൊണ്ടുവരുന്ന വണ്ടി മരണം കൊണ്ടുവരുന്ന വണ്ടിക്കും രണ്ടിനും മൈലേജ് വ്യത്യാസമാണ്. ചിലതിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താലേ എടുക്കുകയുള്ളൂ, ചിലതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ചിലതിന് മണം മതി, ചിലതിന് 3-4 ദൂതന്മാരുടെ കൂടെ എന്നാലേ ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒക്കുള്ളൂ. ചിലടത്ത് ഇങ്ങനെ കയറി വരാൻ പറഞ്ഞാൽ കയറി വരും. അതാണ് ആവശ്യത്തിനും അനുയോജ്യമായത്. ഇതിന് നമ്മൾ വേറെ ഒരിടത്ത് കിടന്ന് കരയൊന്നും വേണ്ട. നമുക്ക് അനുയോജ്യമായത് കർത്താവ് തൻ്റെ ശക്തിയാൽ ദാനം. ആ വാക്കാണ് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഹിസ് ഡിവൈൻ പവർ ഹാസ് ബെസ്റ്റൗഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ റേഷൻ കടയിൽ ചെന്ന് അരി മേടിക്കാൻ നിന്ന് ചാക്ക് കൊണ്ട് പിടിച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് ഒഴിച്ചു തരില്ലേ, അതാണ് ബെസ്റ്റൗഡ്. എന്തോന്ന് ഒഴിച്ചു തരിക? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതും അനുയോജ്യമായതും. പിണറായി തരുമ്പോൾ 1/2 യൂണിറ്റ് അരിയല്ല, വെള്ളക്കാടാണെങ്കിൽ മണ്ണെണ്ണയില്ല, അതുപോലെയല്ല അവിടെ നിന്ന് തരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കാർഡ് പതിപ്പിച്ച് ആവശ്യത്തിന് തരിക. ആവശ്യത്തിനോട് ചോദിക്കോ, ഇത്ര മതിയാ, ഇത്ര പറ്റൂ, ശരി മതി. നമ്മളെ അവിടെ ചെന്ന് പറയാം, ജയ അരി വേണം കേട്ടോ, ജയ 1 വേണം. ജയ ഇല്ല, അതുമില്ല, പച്ചരി വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് വെക്കണം, 1/2 കിലോ എടുക്കണം. കൂടുതൽ വേണം, കുറച്ചുകൂടെ പൈസ തരണം. എന്നാലും ഒരുപാട് കൂടുതലൊന്നും തരാൻ നോക്കൂല, ആവശ്യത്തിന് തരില്ല, അനുയോജ്യമായിട്ട് അവൻ തരില്ല, അവൻ ഉള്ളത് തരും, വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകണം. പക്ഷെ കർത്താവ് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചുരത്തി തരുന്നത് ആവശ്യത്തിന് അനുയോജ്യമായത്, തക്ക സമയത്ത്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ആവശ്യമുള്ളത് തരുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. എന്നെ ചിന്തിപ്പിച്ചത് ആ ഭാഗമല്ല, നെക്സ്റ്റ് പോർഷനാണ്. ഇവിടെ 2 വാക്ക് ഉപയോഗിക്കുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും. ഇത് രണ്ടിനും 2 സൈഡാണുള്ളത്, 2 സൈഡാണുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വത്താൽ വീര്യത്താൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്താൽ വീര്യത്താൽ. എൻ്റെ മറുസൈഡ്, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ വീര്യത്തിലേക്ക്. പിടികിട്ടിയോ? വാക്കിൻ്റെ ഡെപ്ത് പിടികിട്ടിയോ നിങ്ങൾക്ക്? പന്നിക്കൂട്ടിൽ കിടക്കുന്നവനെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്താൽ, ദൈവത്തിൻ്റെ വീര്യത്താൽ. 2 വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്, ഹിസ് ഓൺ ഗ്ലോറി ആൻഡ് എക്സലൻസ്. ഗ്ലോറി ആൻഡ് എക്സലൻസ്, ഈ 2ൽ നിന്നുമാണ് ദൈവം വിളിക്കുന്നത്. വാ, ഇനി വിളിക്കുന്നത് എങ്ങോട്ടാ? ഈ മഹത്വത്തിലേക്ക് വരാൻ. പന്നിക്കൂട്ടിൽ നിന്ന് വിളിക്കുന്നത് മഹത്വത്തിലേക്ക് വരാൻ, ആ എക്സലൻസിലേക്ക് വരാൻ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, കർത്താവേ ഞാൻ ഈ കൂട്ടി കിടന്നോളാം, എനിക്ക് ഇച്ചിരി പന്നിക്ക് കൊടുക്കുന്നത് തന്നാ മതി. അതിന് കർത്താവ് എന്തിനാ പന്നിയുടെ മുതലാളി ചോദിച്ചാൽ പോരെ, ഞാനിവിടെ ഒരു പന്നിയായിട്ട് നടന്നോളാം, എനിക്കിവിടെ ഫുഡ് തരുമോ? പന്നിയെ പോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കാം, പന്നിയെ പോലെ കുട്ടിയിടുമോ? അയ്യോ അത് പറ്റൂല കേട്ടോ. പിന്നെ നമ്മളെങ്ങനെ അവനെടുക്കും? അവൻ നമ്മളെ എടുക്കാം, പക്ഷേ പന്നിയെ പോലെ കുട്ടിയിടണം, പന്നി ഇറച്ചിയും കിട്ടണം അവന്. അത് രണ്ടും പറ്റൂല. തിന്നോളാം, കരഞ്ഞോളാം, അത് അവന് വേണ്ട. കണ്ട, വാസ്തവത്തിൽ നമ്മൾ പലരും പിശാചിനും നമ്മളെ വേണ്ട. കാരണം നമ്മൾ കുട്ടി ദൈവത്തിൻ്റെ ആണ്. ഇത് പിശാചിനിട്ടിട്ട് എന്ത് ചെയ്യാൻ? അവൻ്റെ കുട്ടിയായിട്ട് ഇതിനെ വളർത്താക്കൂല. നമ്മളെ പന്നിയൊക്കെ വളർത്താൻ വെക്കുമോ? നമ്മൾ പന്നിയുടെ കോലമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ കരയൊക്കെ ചെയ്യുമെങ്കിലും നമ്മളെ പന്നിയായിട്ട് അവനെ വളർത്താക്കൂലെന്ന്. കുട്ടി വേറെ ഒന്ന്. കാക്കയുടെ കൂട്ടിൽ കുയിലിരിക്കും പോലെ കുയിലിനെ അവന് കൊട്ടിടക്കാക്കൂല. സൈസ് കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര പാട്ടുകാരനല്ലേ, എൻ്റെ വീട്ടിലെങ്ങനെ താമസിപ്പിക്കും, എൻ്റെ കൊച്ചിനെ കെട്ടിക്കൊടുക്കുക, അത് പറ്റൂല എന്ന്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മുട്ട ഇട്ടോ വിരിയിപ്പിച്ച് തരാം. വളർത്താൻ പറ്റില്ല. ഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെ പിശാചിന് പോലും പറ്റൂലെന്ന്. പിശാചിന് തൊന്തരവാണെന്ന് നമ്മൾ. പിന്നെന്താ ശല്യം ചെയ്യാത്തത്? നമ്മൾ ചുമ്മാ നടന്ന് പിശാചിൻ്റെ കൂട്ടിനകത്ത് ഉറങ്ങുന്നുണ്ടോ ഇങ്ങനെ പോകുന്നേ? എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഒരു സെറ്റിൽമെൻറ്റിനല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, വീര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉന്നത വിളിക്കൂ യോഗ്യനെ, അതാണ് ആ പാട്ടുകാരൻ പറയുന്നത്. തൊടുന്നില്ല ഞാൻ, പാട്ടൊക്കെ ഇങ്ങനെ വന്ന് കയറുകയാണ്. സ്വത്രം ഉന്നത വിളി. നമ്മൾ ഈ ചെറിയൊരു വ്യത്യാസം മതി കർത്താവേ, ഈ കടമൊന്ന് മാറ്റി തന്നാൽ മതി, മുട്ടുവതിനെ ശരിയാക്കി തന്നാൽ മതി. അതിന് നിങ്ങൾ വേറെ കൊട്ടച്ചുക്കാൽ തൈലക്കാരനെ വാങ്ങിച്ച് തൂത്തോ അല്ലേ? അല്ലെങ്കിൽ ടി വിയിലൊക്കെ പരസ്യം പറയുന്ന കാക്ക എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, ഓർത്തോ ഹെർബ് തേച്ചപ്പോൾ ശരിയായി. തേക്കും. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തെ കളഞ്ഞിട്ട് വേറെ ശരീരമെന്ന്, ഈ മൺമയമായതിനെ മാറ്റി വിൺമയമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദ്രവത്വമുള്ളതിനെ മാറ്റി അദ്രവത്വമുള്ളതാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ഇത് മാറ്റി ഇവിടെ തന്നാ മതി. കർത്താവിന് താല്പര്യമില്ല.
ഇലക്ഷനിൽ നിന്ന് ജയിച്ചു മന്ത്രിയായി. നിങ്ങൾ പറയാം ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചോളാം. അതിന് രാജ്യത്തിന് മാനക്കേടാണ്. രാജ്യത്തിന് മാനക്കേടല്ലേ? പ്രധാനമന്ത്രി ചായ കുടിച്ചോണ്ട് നടന്നെന്ന് പറയുന്നു. ചായ അടിച്ചോണ്ട് നടന്ന് പറഞ്ഞ് വീട്ടിൽ അവിടെ താമസിക്കാൻ ഒക്കുമോ? ഇല്ല. അതാരും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റേ ദെയർ. രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്കതിൻ്റെ വെർച്യു ഉണ്ട്, എക്സലൻസ് ഉണ്ട്, നമുക്ക് രാജ്യത്തിൻ്റെ മെജസ്റ്റി ഉണ്ട്. വീട്ടിലും താമസിക്കണ്ട. അല്ല എനിക്ക് കാറുണ്ട്, നിന്റെ കാർ വീട്ടിൽ കിടക്കട്ടെ, രാജ്യത്തിൻ്റെ കാർ തരും. അല്ല എന്നെ നോക്കാൻ വീട്ടിൽ രണ്ടുമൂന്ന് എനിക്ക് പട്ടികളുണ്ട്, എൻ്റെ പട്ടിയൊക്കെ അവിടെ വീട്ടിൽ കിടക്കും. ഇത് വേറെയാണ് സംഭവം അല്ലേ? പിണറായി അവിടെ ആറ്റിൽ കുളിച്ചുകൊണ്ട് നടന്നതാണ്. ഇവിടെ നമ്മൾ കെട്ടിക്കൊടുത്തുണ്ടോ സ്വിമ്മിംഗ് പൂള് അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അവിടെ ആറ്റിപ്പോയി കുളിക്കാനൊക്കെ ഇല്ല. എന്തായാലും ഈ കസേരയിൽ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയാണ്. കസേരയിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ കാറ്റി ചാടാം. കസേരയ്ക്ക് അതിൻ്റെ മാന്യതയുണ്ട്. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം ആ മഹത്വത്തിലേക്കാണ്. സ്വത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ബോധ്യം വേണം, നമ്മളെ രക്ഷയ്ക്കായി വിളിച്ചത് ചുമ്മാതൊരു പരിപാടിക്കല്ല. ഞാൻ ഒറ്റ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടിയായാൽ അവന് കൂട്ടാളിയുണ്ട്. അവൻ ആരുടെ കൂട്ടാളിയാ? ദൈവത്തിൻ്റെ കൂട്ടാളിയാണ്. കാരണം അവൻ്റെ ഫുൾ സ്റ്റേജ് മാറുകയാണ്. അവനെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്. അതൊരു പ്രത്യേക കൂട്ടാളിത്വമാണ്. ആ കൂട്ടാളിത്വത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ. അടുത്ത വാക്യം പറയ്ക്ക്. അവയാൽ, കണ്ടോ, ആ മഹത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം. കണ്ടോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് അപ്പൻ്റെ വീട്ടിൽ വാ. ഇവൻ ആഗ്രഹിച്ചെന്തുവാ? അവിടെ ചെന്ന് ചേച്ചിരി ജോലിക്കാരൻ മിച്ചം വച്ച പഴങ്കഞ്ഞി മതി. വേഷന്ന് വയ്യ. ഇവന് രണ്ട് ചിന്തയുള്ളൂ, ഒന്നിൽ പന്നിയുടെ ഫുഡ്, ഇല്ലെങ്കിൽ പഴങ്കഞ്ഞി. ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാത്തിരിക്കുന്ന നല്ല ഫസ്റ്റ് ക്ലാസ് ആട്ടിറച്ചി, നല്ല മുന്തി ഞാൻ അറുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. വേണ്ടാ 2 കിലോ വാങ്ങിച്ചിട്ടൊന്നും അറക്കാനല്ല, പെട്ടെന്ന് പുതിയ ഒരെണ്ണം എടുത്തായിട്ട് അറക്കാൻ. കണ്ണെടുത്തെടുക്കാൻ രൂപം മാറിയുണ്ടോ? ഭാവം മാറുന്നുണ്ടോ? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന ബോധം നമുക്ക് വേണം. ഈ ഭൂമിയിൽ ഒരു കൊച്ചു വീടിന് വേണ്ടി നിങ്ങൾ കരയണ്ട. ഈ ഭൂമിയിൽ ഒരു കൊച്ചു സെറ്റപ്പിന് വേണ്ടി നിങ്ങൾ കരയണ്ട. അതൊക്കെ ദൈവം തരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടി സകലതും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കാവശ്യമുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി തരുന്നതാണ് നമ്മുടെ ദൈവം. ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. ആദ്യം നമ്മൾ വിടേണ്ടത് വിചാരമാണ്. ഇത് രാവിലോട്ട് വൈകുന്നേരത്തുള്ള വിചാരമാണ്, ആലോചന ബഹുത്വമാണ്. ചുമ്മാ ആലോചിച്ച് തള്ളുകയാണ്. വല്ല കാര്യമുണ്ട്? ആലോചനയോട് ആലോചന. നമുക്കൊരു ഫ്രണ്ടുണ്ട്, എനിക്ക് ബാലുവിന് ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഫ്രണ്ടാണ്. അതൊരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഭയങ്കര എൻജിനീയറാണ്. ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ ഈ വസ്തു വെക്കുന്നെന്ന് പറഞ്ഞു. പണ്ട് ഒരു 10 കൊല്ലം വരും അല്ലേ? 10 കൊല്ലമല്ല, 5-6 കൊല്ലം വരും. ഞാൻ വീട് വെക്കുന്നതിനൊക്കെ ഒരു 2-3 കൊല്ലം മുമ്പ്. അന്ന് ഈ വീടൊക്കെ ഇങ്ങനെ വെറും കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഇയാളെ കൊണ്ട് റോഡ് കൊണ്ട് കാണിച്ചു. ജസ്റ്റ് വള കണ്ടതേ ഉള്ളൂ. അപ്പോഴേ പുള്ളി ഒരു പ്ലാൻ അങ്ങ് വരച്ചു. വസ്തു എൻ്റെ കിടക്കുന്നേ ഉള്ളൂ, വസ്തു വാങ്ങിച്ചിട്ടൊന്നുമില്ല. പുള്ളി പ്ലാൻ വരച്ച് നമ്മൾ ചെന്നപ്പോൾ കാണിച്ചെന്ന്, ഇതാണ് അവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളി കണ്ടിട്ടുള്ള വസ്തുവിന് കണക്കില്ല. ഏതൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാത്തിനും വരച്ചിട്ടുണ്ട്. വീട്ടിൽ ഈ പൊക്കത്തിനെ വരച്ച് അടുക്കിയിരിക്കുകയാണ്. ഇപ്പോഴും വാടക വീട്ടിലാണ്. ഇതുപോലത്തെ ഒരു സാധനത്തിനെ കണ്ടിട്ടില്ല അല്ലേ? ജെയിംസ് അച്ഛൻ പറഞ്ഞു, എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. 4 നിലയായിട്ട് വെക്കണം. 4 പിള്ളേരുള്ളതുകൊണ്ട് 4 നില. നമ്മുടെ ജെയിംസ് അച്ഛൻ 4 നില ഇട്ട് വെക്കണം. ഇന്നാൾ നമ്മളോട് ചെന്നപ്പോൾ 4 നില വരച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ജെയിംസ് അച്ഛൻ പറഞ്ഞോ? ഇല്ല, പുള്ളി ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളിത് വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് പേരൂർക്കട കൊണ്ടുവരുന്ന മരുന്ന് കൊടുക്കണം, ഇത് അല്ലെ മൊത്തം വരച്ച് കളയും ഇവിടെ എല്ലാം. ഞാൻ പറഞ്ഞു മനസ്സിലാണ്. പിള്ളേർ ചുമരിൽ പടം വരയ്ക്കുന്ന ഫോട്ടോ നോക്കിയാൽ ഇങ്ങേര് കണ്ട എല്ലാ പടത്തിലും വീട് വെച്ചുകൊണ്ടിരുന്ന ഇങ്ങേര് എന്തിനുള്ള നമ്മുടെ ചെല്ലു ഇതുപോലെ ഭയങ്കര പ്ലാൻ വരപ്പോട് ചുമ്മാ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കണ്ടിട്ടില്ലേ? അല്പസമയമായിട്ട് ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങും. സ്വർഗത്തിൽ ഉറങ്ങാനൊന്നും പറ്റൂല എന്നും പറഞ്ഞ് ചുമ്മാ കിടന്ന് ഉറങ്ങിക്കളയരുത്. നിങ്ങളും ചെല്ലു പറയാം, നമ്മളും അങ്ങനെ തന്നെ. ഇവിടെ വെറുതെ നിങ്ങൾ ഇത് വർത്താനം പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ പറയരുത് അല്ലേ? ശ്രദ്ധിക്കുക ദൈവമക്കളെ, നിങ്ങൾ വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കരുത്, ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കൂ. വചനം പറയുന്നത് ഇങ്ങനെ, ചിന്താകുല അവൻ്റെ മേലിട്ട് കൊള്ളുവിൻ. 2 എപ്പോഴും സന്തോഷിപ്പിൻ. കണ്ട ഇത് 2 ഉണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ടെൻഷൻ പിടിക്കുന്നത്?
എപ്പോഴും സന്തോഷിപ്പിച്ച് ചിന്താവല കൊണ്ട് അങ്ങോട്ട് തുടങ്ങി. നിങ്ങൾ തലയിട്ട് ചൂടാക്കുന്ന എന്തിനാ? അതുകൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന പരിപാടി നടക്കുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതൊക്കെ വരും. ആദ്യം മുട്ടുമടക്കുക. സഹായം എവിടെ വരുമെന്ന് ചോദിച്ചു മുടിയൻപുത്രൻ ചെന്ന് ചോദിച്ചത് പ്രമാണിയുടെ അടുത്ത്. പ്രമാണി പറഞ്ഞു, ഞാൻ പന്നിക്കൂട്ടിൽ ജോലി തരാമെന്ന്. ഇവൻ ആരെന്ന് അവൻ അറിഞ്ഞൂടാ. ഇവൻ ആരാ? പന്നി നോക്കാനുള്ളവനാണ്? അല്ല, ഇവൻ വീട്ടിൽ നിന്ന് ചാടി വന്നതാ. വലിയ വീട്ടിലെ പയ്യനവൻ. അവനിപ്പോൾ സുബോധം വന്ന് അവൻ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ചെന്ന് മറ്റേ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ പ്രമാണി വന്നാലുള്ള ഗതി ആലോചിക്കുക. പ്രമാണി വന്ന് അവൻ്റെ അടുത്ത് തൊഴുതോണ്ടിരിക്കും, വോട്ട് തരുമോ? അപ്പൊ അവൻ പറയും, പണ്ട് നീ എന്നെ പന്നിയെ നോക്കാൻ വിട്ടല്ലേ, ഓടാ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ബോധം നമുക്ക് വരണം. ഞാൻ ആരെന്ന ബോധം ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് വിലയേറിയ വാഗ്ദത്തം തന്നിട്ടാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് വിലയേറിയ വിശ്വാസവും വാഗ്ദത്തവും നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടാണ്. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിലേക്കാണ് നമ്മൾ പോകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലായെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പുതിയ സൃഷ്ടിയായെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മടക്ക യാത്രയിലാണ്. ആ യാത്ര ഇയ്യോബ് പോയതുപോലെയാണ്. ഇയ്യോബിൻ്റെ 1-ാം വാക്യം നീതിമാനായിരുന്നു, ഒടുക്കത്തെ വാക്യം കാലസമ്പൂർണനായി മരിച്ചു. ഇതിനിടയിൽ അവൻ അനുഭവിച്ചത് ഞാനും നിങ്ങളും ഈ വഴിയിൽ അനുഭവിച്ചേ തീരൂ. ക്രിസ്തു പറഞ്ഞു, എൻ്റെ അവിടെ ചേർന്നോളാൻ. നല്ല രസമാണ്. ഞാൻ അടുത്ത ആഴ്ച അത് പ്രസംഗിച്ചു തരാം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി കഴിയുമ്പോൾ കർത്താവിൻ്റെ കൂട്ടായ്മ, കഷ്ടത കിട്ടും, നമുക്ക് ആശ്വാസം കിട്ടും, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം കിട്ടും, ഉയർപ്പ് കിട്ടും, രാജ്യം കിട്ടും, പിന്നെ സിംഹാസനം കിട്ടും. അതൊക്കെ ഞാൻ അടുത്ത ആഴ്ച പറയാം. അത് കർത്താവിനോട് ചേരുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ ചേരുന്നതാണ് നമ്മുടെ വിഷയം. കാര്യം വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നാം വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വീണ്ടും ജനിക്കണം. നിർബന്ധമായി അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഉന്നത വിളിക്കൂ യോഗ്യനെ.